ഇതപ്പോഴേ അറിയായിരുന്നു. ഇതിങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അമ്മ കല്യാണം നടക്കാൻ വേണ്ടി ഓരോ കള്ളത്തരം പറഞ്ഞാണ് ഞാൻ ഇപ്പൊ ഇവിടെ കിടന്ന് തീ തിന്നണത്. ഇനി ഇവിടെ കിടന്ന് ബേളം ഉണ്ടാക്കാതെ എന്താണ് ഉണ്ടായതെന്ന് പറ. ഇനി എന്തോന്ന് ഉണ്ടാവാൻ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞല്ലേ, ജോലിയൊക്കെ നോക്കട്ടെ. എന്റെ മോക്കാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പ്ലേസ്മെന്റ് നല്ല ജോലി കിട്ടി. ഞാൻ എനിക്ക് അവരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പറയാം. ഞാൻ 10-30 സപ്ലിയും കിട്ടി എഞ്ചിനീയറിംഗ് ഫെയിൽ ആയിരിക്കണം നീ ചോദിക്കുന്ന നാട്ടുകാരടുത്ത് പറയാൻ പറ്റുമോ? ഏത് നേരത്താണോ എന്തോ എഞ്ചിനീയറിംഗ് പാസ്സായെന്ന് കള്ളം പറയാൻ തോന്നിയത്. ഈ നാട്ടുകാർ ചോദിക്കണ പിന്നെ സഹിക്കാം. സുനിലേട്ടന് അമ്മയും കൂടെ ജോലിക്ക് പോകണോണ്ട് എനിക്കിപ്പോ വീട്ടിൽ ഒരു രക്ഷയില്ല. എടി അവര് ജോലിക്ക് പോകണോണ്ട് നിനക്കെന്തൊരു പ്രശ്നം? വീട്ടിൽ കഴിഞ്ഞ ആരും ജോലിയൊന്നും നോക്കിയില്ലേ? അത് പിന്നെ ആ സമയത്ത് പിന്നെ കല്യാണമൊക്കെ ആയോണ്ട്. അയ്യോ മോളെ, കല്യാണം കഴിയുമെന്ന് പറഞ്ഞ് ജോലിക്കൊന്നും പോകാതിരിക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾ സ്വന്തമായിട്ടൊരു ജോലിക്ക് പോയേ പറ്റൂ. നാളെ ഒരു കാലത്ത് മറ്റൊരാളുടെ മുമ്പ് കൈ നീട്ടേണ്ട ഇടവരരുത്. അതമ്മ പറഞ്ഞാൽ ശരിയാ. അച്ഛൻ മരിച്ച സമയത്ത് പോലും അമ്മയ്ക്കൊരു ജോലി ഉണ്ടായതുകൊണ്ട് മാത്രം എന്നെ പഠിപ്പിച്ചൊരു നിലയിലാക്കാൻ പറ്റിയത്. തനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ജോലിയാണെന്നുണ്ടെങ്കിൽ തൻ്റെ റെസ്യൂമിൽ നിന്ന് എനിക്ക് അയച്ച് പരിചയമുള്ള നിങ്ങളുടെ കമ്പനിയുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അമ്മ പറ, ഞാൻ എന്ത് ചെയ്യണം? ഇവരോടൊക്കെ ഞാൻ എന്തോന്ന് പറയാൻ? തൽക്കാലത്തേക്ക് നീ എന്തെങ്കിലും ഒഴിവ് പറ മക്കളെ. ഇത്ര നാൾ ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നാണോ? സർട്ടിഫിക്കറ്റ് വന്നില്ല, സർട്ടിഫിക്കറ്റ് സ്പെല്ലിംഗ് മാറി, അങ്ങനെ ഓരോ കള്ളം പറഞ്ഞാണ് ഞാൻ ഇത്ര നാൾ പിടിച്ചു നിന്നത്. അമ്മ ഇനി ഒരു രക്ഷയില്ല, ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എടി നിനക്ക് ഏതായാലും ആ സപ്ലിയൊക്കെ എഴുതിയെടുക്കണ്ടേ? നീ അത് പഠിച്ച് എഴുതിയെടുക്കാൻ നോക്ക്. അമ്മ നടക്കണ കാര്യം വല്ലതും പറ. ഇവിടെ 4 വർഷം പഠിച്ചിട്ട് നടന്നില്ല, പിന്നെയാണ് ഇപ്പോൾ. അതുമല്ല ഇത്രയും സപ്ലിയൊക്കെ എഴുതി എടുക്കണമെങ്കിൽ മിനിമം 6 മാസമെങ്കിലും വേണം. അത്ര നാൾ ഞാൻ തോന്നിയും. ഈ 6 മാസത്തെ അവരുടെ മുമ്പിൽ നീ ജോലിക്ക് പോകണമെന്ന് കാണിച്ചാൽ പോരെ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. നാളത്തെ ദിവസമല്ലേ? ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് അമ്മ. അമ്മ സമയം ഇറങ്ങിയില്ലേ? ഒരു 5 മിനിറ്റ് മക്കളെ, ഇപ്പൊ വരാം. അമ്മ ഞാനും ഇറങ്ങാണേ. ശരി മോളെ. എങ്ങനെയാ പോകുന്നത്? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, എൻ്റെ ഫ്രണ്ട് ഇല്ലേ ജനനി, അവളും അവിടെ വർക്ക് ചെയ്യുന്നത്. ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ ഒരുമിച്ച് വെക്കോളാം. ഓക്കെ. ആ കമ്പനിയുടെ പേരെന്തായിരുന്നു? അത് പിന്നെ VN ഡെവലപ്പേഴ്സ് അല്ലേ? ഞാൻ ആ കമ്പനി കുറിച്ച് കേട്ടിട്ടേ ഇല്ല, ഗൂഗിളിൽ നോക്കിയിട്ടും കാണുന്നില്ല. അത് ഈ ഇടയ്ക്ക് തുടങ്ങിയ കമ്പനിയാ, അതാ കേൾക്കാൻ ചാൻസ് ഇല്ലാത്തത്. അതുകൊണ്ടായിരിക്കും. എന്തായാലും എനിക്ക് ജംഗ്ഷൻ വരെ പോണ്ടേ, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. വാ. ശരി എന്നാ. ഇവിടെ മതിയോ? ഉറപ്പാണോ? ആ ചേട്ടാ, അവൾക്ക് ഇവിടെ വരാൻ എളുപ്പം. ശരി എന്നാ. ഇനി ഇത്രയും ദൂരം തിരിച്ചു കിടക്കണമല്ലോ ഈശ്വര. അയ്യോ അലാറം, ഓരോരോ സമയം. അയ്യോ ചായ ഇട്ടില്ല. ദാമ ചായ. ഓളൊന്ന് നേരത്തെ വന്നു. എനിക്ക് 5 മണി വരെയല്ലേ ഉള്ളൂ അമ്മ ഓഫീസ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്താൽ മതി. മോക്കവിടെ എന്ത് ജോലിയെന്ന് പറഞ്ഞേ? അതമ്മ സുനിലേട്ടൻ ചെയ്യുന്ന തന്നെ. ആ, അതാണെങ്കിൽ നമുക്ക് സുനിലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മോക്ക് ട്രെയിനിങ് തരാൻ പറയാം. അങ്ങനെയാകുമ്പോൾ മോക്ക് ഡെയിലി ഓഫീസിൽ ഷൈൻ ചെയ്യാമല്ലോ. അതല്ലമ്മ, ഞാൻ ഇന്ന് ഓഫീസിൽ കയറിയല്ലേ ഉള്ളൂ, പതുക്കെ ഷൈൻ ചെയ്യാം, തിടുക്കൊന്നുമില്ലല്ലോ.
എടാ ഞാൻ മോളോട് ചോദിക്കായിരുന്നു. എന്താ മക്കളെ? അത് അമ്മ ഓഫീസ് കഴിഞ്ഞ് ക്ഷീണമായിരിക്കൂലേ? ആ നമുക്ക് റെസ്റ്റ് എടുക്കാം. സുല്ലേട്ടാ ചായ ഇവിടെ വെച്ചിട്ടുണ്ടേ. പിന്നെ എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം? എന്തോന്ന് ചെയ്യാം അമ്മ, ഈ സുല്ലേട്ട് എന്ന് ജംഗ്ഷൻ വരെ കൊണ്ടുവിടണ കാരണം ഈ ഡെയിലി ഓട്ടോ പിടിച്ച് വരുന്ന അവസ്ഥ ആലോചിക്കുമ്പോഴാണ്. ആ ഈ കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ ഇരിക്കുകയായിരുന്നു. ഈ ആട്ടോ പിടിച്ച് വരണതിന് പൈസ കൊടുത്ത് 10,000 രൂപ ആയി. ഇനി തൊട്ട് നീ അങ്ങ് നടന്നു പോയാൽ മതി. വെറുതെ ഇരിക്കയില്ലേ, ഒരു എക്സസൈസ് ആകട്ടെ. പോം അവിടുന്ന്. ഇവിടുത്തെ നാട്ടുകാരെ പറ്റേ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഫുൾ ടൈം CCTV ആയിട്ടാണ് ഇരിപ്പ്. ഇന്നലെ തന്നെ ഞാൻ ഓട്ടി വന്ന് ഇറങ്ങിയപ്പോ എവിടുന്നോ ഒരങ്കിൾ വന്ന് മോൾ ഇപ്പോഴല്ലേ പോയത്, എന്തിനാ തിരിച്ചു വന്നതെന്നൊക്കെ ചോദിച്ചു. എന്റെ ദൈവമേ, വല്ല വിധനെയാണ് ഞാൻ എന്തോ കള്ളം പറഞ്ഞത്. ഇനി അവരുടെ മുമ്പിൽ ഞാൻ നടന്നും കൂടെ വന്നാലേ അടിപൊളിയായിരിക്കും. ആ മോളെ, സാർ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. സാറ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. എന്തോന്ന് മെയില്? ഞാനിപ്പോ ഓൺലൈനിലുണ്ട് സാർ. PPT സാർ ഷെയർ ചെയ്താൽ മതി. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ ഷെയർ ചെയ്യാം. സാർ ഒന്ന് അവസ്ഥ മനസ്സിലാക്കുക സാർ. ആ ഓക്കെ അറിയാ, നീ വേഗം അയക്കൂ. ഇപ്പോഴും വർക്ക് ചെയ്യണമല്ലേ മോളെ? അതല്ലേ അമ്മ, ഞാൻ ജോയിൻ ചെയ്ത ശേഷം ഇപ്പൊ ഞാൻ ഇല്ലാതെ ഒരു വർക്ക് നടക്കാത്ത അവസ്ഥയാ. ഈ അവിടെ കിട്ടണ 50,000 രൂപയ്ക്ക് ഇതൊന്നും ചെയ്ത് കൊടുത്തുവിടാത്തതാണ്. പിന്നെ എനിക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ഡിസൈൻ പോലെ എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണമല്ലേ, എൻ്റെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ കരുതി. പിന്നെ ഇതുപോലെ പറഞ്ഞാൽ എൻ്റെ അമ്മയും പ്രതീക്ഷിക്കും കേട്ടോ. കൊടുക്കുമ്പോൾ വേണ്ടെന്നൊക്കെ വലിയ ഡയലോഗൊക്കെ അടിക്കും, പക്ഷെ അമ്മയ്ക്ക് സന്തോഷമാവും. ഇപ്പോൾ രണ്ടമ്മമാർക്ക് ഒരേ ഡിസൈൻ എടുക്കാം അല്ലേ? ദൈവമേ, ഇനി എൻ്റെ അടുത്ത് പൈസ കൊടുക്കാൻ പറയുമെന്തോ. ആര്യ, ഇത് താൻ ബില്ല് ചെയ്തോ? ഫസ്റ്റ് സാലറി വന്നു കാണുമല്ലോ. ചേട്ടാ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വാഷ്റൂമിൽ പോയിട്ട് വരാം. ഇത് ബില്ല് ചെയ്തോ കേട്ടോ. 25,000 രൂപയെ ഞാൻ എവിടെ നിന്ന് എടുത്തരേ? എന്റെ പൊന്നമ്മ, കളിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. ഇവിടെ ജീവൻ പറഞ്ഞ പോരാട്ടമാണ്. എന്റെ കൊച്ചു, നീ എവിടെ തൊട്ടാലും കാശാണല്ലോ. പറഞ്ഞിട്ട് തോന്നുന്നത് എന്റെ ഐഡിയാണെന്ന്. അമ്മ പറഞ്ഞിട്ടില്ലല്ലോ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് എന്ന് പറഞ്ഞ് നീ ഇടയ്ക്കിടയ്ക്ക് പൈസ വെച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തുതരേ? ഒന്നാമതേ കടം വാങ്ങിച്ചിട്ടാണ് നിന്നെ കെട്ടിച്ചു വിട്ടത്. പോരാത്തതിന് നീ എഞ്ചിനീയറിംഗ് പഠിച്ചതിന്റെ ലോണും അടയ്ക്കണം. കുറച്ച് പൈസ ഉള്ള വീട്ടിൽ നിന്നെ കെട്ടിച്ചു വിട്ടതേ ഇത് എങ്ങനെയെങ്കിലും പതുക്കെ അടച്ച് തീക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അമ്മ, അമ്മയുടെ പുരാണം കേട്ടോണ്ടിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് തേക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ, അമ്മയാണെന്ന് ഞാൻ നോക്കൂല. നീ ഒന്ന് അടങ്ങ് വെച്ചേ, എങ്ങനെയെങ്കിലും അയച്ചു തരാം. പെട്ടെന്ന് അയക്കണ ലേറ്റ് ആവല്ലേ? ഓ ശരി ശരി. കഴിഞ്ഞ വർഷം വരെ ഈ ഓണം നമ്മളിങ്ങനെ വലുതായിട്ടൊന്നും ആഘോഷിക്കാറില്ലായിരുന്നു. ഞാനും അവനും കൂടെ പുറത്തെങ്ങാനും പോവേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ പിള്ളേരുടെ ആദ്യത്തെ ഓണമല്ലേ? ഓണമായിട്ട് ഞങ്ങളുടെ വക അമ്മയ്ക്കൊരു ഗിഫ്റ്റ്. അയ്യോ ബനെ, ഇതൊന്നും വേണ്ടേ? ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ഹാപ്പി ആണോ? താങ്ക് യു മോളെ. മക്കളെ ഇതങ്ങ് കൊടുക്ക്. ഹാപ്പി ഓണം. താങ്ക്സ് ചേട്ടാ. മോൾക്ക് സന്തോഷമായില്ലേ? ഞാനാണ് അവനോട് പറഞ്ഞത് മോൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വർക്കാണ്, അതുകൊണ്ട് അവൻ്റെ കമ്പനിയിൽ ഒരു ജോലി നോക്കാൻ. അവിടെ ആകുമ്പോൾ സ്റ്റാർട്ടിങ് സാലറിന് 1 ലക്ഷം ഉണ്ട് അല്ലേടാ? സത്യം പറഞ്ഞാൽ മാനേജറിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അതുകൊണ്ട് ആരുടെ റെസ്യൂമെ പോലും നോക്കാതെ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂലോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യും. അത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് എനിക്ക് ഓക്കെയാണ് കേട്ടാ. അതാകുമ്പോൾ ജനനിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ നോക്കിയാൽ കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ലായിരിക്കും. അത് ശരിയാ മോളെ, അവൻ്റെ കമ്പനിയിൽ ജോലി കിട്ടാൻ എത്ര പേര് വെയിറ്റിംഗ് ആണെന്നറിയോ? അതല്ല പ്രശ്നം, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. അതാ. പ്രൊബേഷൻ പീരീഡ് ഒക്കെ 1 മാസമല്ലേ ഉള്ളൂ. ഇത് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ജോയിൻ നമുക്ക് 1-2 മാസം കഴിഞ്ഞ് പതുക്കെ ചെയ്യാം. സദ്യയൊക്കെ ആയില്ലേ അമ്മ? വിശക്കണം, വാ. ആ കാര്യമൊക്കെ വഷളാവാനാണ് ചാൻസ്. സുല്ലേട്ടൻ പറഞ്ഞ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്താൽ നമ്മൾ പറഞ്ഞ കള്ളം ഫുള്ളും പൊളിയും.
ഇനി എന്ത് ചെയ്യും അമ്മ? എടി നീ ടെൻഷൻ അടിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്തോ നെയ്യാന്ന്, ഞാൻ എല്ലാവരുടെ മുന്നേ നാണം കെടും. എടി ഒരു വഴിയുണ്ട്. എന്താ? കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം. ഒന്ന് പോ അമ്മ അവിടെ നിന്ന്. നടക്കണ കാര്യം വല്ലതും പറ, അത് വല്ലതും പിടിച്ച് അകത്ത് കൊടുക്കേണ്ടി വരും. എടി സുനിൽ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് അവർ കൂടുതലൊന്നും നോക്കൂല. ഇന്റർവ്യൂ തന്നെ പേര് നടത്തണമെന്നല്ലേ പറഞ്ഞത്. എന്നാലും ശരിയാവോ? നമുക്ക് നോക്കാന്നേ. ആര്യേ കഴിക്കാൻ വാ. ആ ചേട്ടാ വരുന്ന. വാ അമ്മ പോ. എന്റെ പൊന്നെ, 3 ലക്ഷം രൂപയെ ഒരു പേപ്പർ കഷ്ണം ഉണ്ടാക്കാൻ. പിന്നെ അമ്മ എന്തോന്ന് വിചാരിച്ച 10 രൂപയ്ക്ക് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു തരുമെന്ന്? ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത്രയൊക്കെ ആവും. എന്തും പറഞ്ഞു? 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസയാണോ? ഞാൻ ഇപ്പോഴേ പറയണു, എന്റെ അടുത്ത് ചോദിക്കാൻ നിൽക്കല്ലേ. അതിന് അമ്മയുടെ ആര് ചോദിക്കണം? അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. അതിന് നിന്റെ എവിടെ ഇത്? അത് ഞാൻ എൻ്റെ ഒരു മാല പണയം വെക്കും. എന്തായാലും ജോലി കയറിയ 3-4 മാസം കൊണ്ട് എനിക്ക് തിരിച്ചെടുക്കാം. ഇതാകുമ്പോൾ ചുളിവിന് സർട്ടിഫിക്കറ്റും കിട്ടും, ജോലിയും കിട്ടും. ഒരു വീടിക്ക് 2 ലക്ഷം. അപ്പൊ നീ ജോലിക്ക് പോകണം? പിന്നല്ലാതെ. അതിന് നിനക്ക് വല്ലതും ചെയ്യാൻ അറിയാമോടി? ഓ, എല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ടേ ജോലിക്ക് കയറണത്. ഇതൊക്കെ പയ്യെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതൊന്ന് ആലോചിച്ചിട്ട് പോരേടി. അമ്മ ഇനി ഒന്നും ആലോചിക്കയില്ല. ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, ജോലിക്ക് കയറുന്നു, മാസം 1 ലക്ഷം രൂപ സാലറി വാങ്ങിക്കുന്നു. ഓ, ആലോചിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. ആർക്ക് എഞ്ചിനീയറിംഗ് ഡിസിഷൻ ഉണ്ടായിരുന്നല്ലേ? ആ, സുനിൽ പറഞ്ഞപ്പോൾ ഇത്രയും നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്ന് അറിഞ്ഞില്ല. താങ്ക് യു സർ. ആര് പിന്നെന്താ ക്യാമ്പസ് പ്ലേസ്മെന്റ് നോക്കിയായിരുന്നു? അത് പിന്നെ ആ സമയത്തായിരുന്നു കല്യാണം. ഓ ശരി. സാർ ഒന്ന് നോക്കൂ. ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്. You may leave. ഓക്കെ സാർ. ആര് ശരിക്കും എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു? ആ സർ. എന്തൊറ്റി? സുനിൽ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആൾമോസ്റ്റ് 10 years ആയി. ഹീസ് എ വെരി ഗുഡ് എംപ്ലോയി ഓഫ് ദ കമ്പനി. സുനിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് ചെക്കും പ്രിലിമിനറി ഇൻ്റർവ്യൂവും ഇല്ലാതെ ആര്യയെ മെയിൻ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അറിയാമോ? പിന്നെ സുനിലും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കി തന്നെ ഇവിടെ ജോലിക്ക് കയറ്റാൻ നോക്കിയതെങ്കിൽ ഐ നീഡ് ടു ടേക്ക് ദ ആക്ഷൻ. പ്ലീസ് സർ, സുനിലേട്ടന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. എനിക്ക് എഞ്ചിനീയറിംഗിൽ സപ്ലൈ ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് കല്യാണം നടക്കില്ലെന്ന് വിചാരിച്ചിട്ട് ആരോടും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. സോറി സർ, ഇതൊരു പ്രശ്നമാക്കരുത് പ്ലീസ് സർ. ചേട്ടാ, ആര്യ എന്താ വിചാരിച്ചേ? ഇത്രയും നാൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു വിട്ടുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. അവിടെ എല്ലാം ഓക്കെ അല്ലേ ചാന്ദിനി? ഓക്കെ ഓക്കെ. ആ ഡോക്യുമെന്റ്സ് ഞാൻ വന്നിട്ടേ ചാന്ദിനി ഞാൻ വിളിക്കാമേ. ആ ഓക്കെ. ഹലോ. ഹലോ. ആ താനിപ്പോ എവിടെയാ? അത് ചേട്ടൻ, ഞാനിപ്പോ ജെന്നിയുടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചേ. ആ ശരി. എടി ഒരു വഴിയുണ്ട്. എന്താ? കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം. ഒന്ന് പോവും അവിടെ നിന്ന്. നടക്കണ കാര്യം വല്ലതും പറ, അതുവല്ലം പിടിച്ച് അകത്ത് അടക്കേണ്ടി വരും. എടി സുനിൽ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് അവർ കൂടുതലൊന്നും നോക്കൂല.
ഇത് എത്ര നാളിങ്ങനെ പോകുമെന്ന് ഞാൻ നോക്കുമായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴെങ്കിലും താൻ എന്നോട് എല്ലാ സത്യവും തുറന്ന് പറയാൻ ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത്. അല്ല തന്നെ ഫൂളാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. താനും തൻ്റെ അമ്മയും കൂടി കാണിച്ചു കൂട്ടുന്ന എൻ്റെ ആഫ്റ്റർ എഫക്ട്സേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടായിരുന്നു ഇതല്ല. എടോ, കല്യാണ സമയത്ത് ഇത് മറച്ചു വെച്ചത് പോട്ടെ എന്ന് വയ്ക്കാം. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴെങ്കിലും തനിക്ക് എന്നോടെല്ലാം തുറന്ന് പറഞ്ഞുവിടായിരുന്നു. താൻ പേടിച്ചതുപോലെ തല പോകുന്ന കാര്യമൊന്നും അല്ലായിരുന്നു ഇപ്പോൾ ഈ കാണിച്ചതൊഴിച്ച്. എടോ, എഞ്ചിനീയറിംഗിന് സപ്ലി വരുന്നതും ഇങ്ങനെ ഫെയിലാവുന്നതും അത്ര നാണക്കേട് തോന്നേണ്ട കാര്യമൊന്നും അല്ല. പക്ഷെ അത് മറച്ചു വെക്കണേനും ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതിനൊക്കെ പകരം താനത് എങ്ങനെയെങ്കിലും എഴുതിയെടുക്കാനുള്ള വഴിയാണ് നോക്കേണ്ടിയിരുന്നത്. ശരിക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ നടന്നിരുന്നെങ്കിലേ താനും തനിക്ക് കൂട്ടി നിൽക്കുന്ന തൻ്റെ അമ്മയും ഇപ്പം അകത്ത് കിടക്കേണ്ടി വന്നാണ്. ചേട്ടാ, ഞാനത് കല്യാണം എങ്ങനെയെങ്കിലും നടക്കാൻ വേണ്ടി അമ്മയാണ് എഞ്ചിനീയറിംഗ് പാസ്സായെന്ന് കള്ളം പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ ഉടനെ ചേട്ടൻ്റെ അടുത്ത് ഇത് പറയണമെന്ന് തന്നെ വിചാരിച്ചതാ. പക്ഷെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ജോലിക്ക് പോണ ചേട്ടൻ്റെ അമ്മയൊക്കെ കണ്ടപ്പോൾ +2 ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, എഞ്ചിനീയറിംഗ് ഫെയിലായെന്ന് എൻ്റെ ഇൻസെക്യൂരിറ്റി കാരണം എനിക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ ഓരോ തവണ ചേട്ടനും അമ്മയും നാട്ടുകാരൊക്കെ ജോലിക്ക് പോണ കാര്യം ചോദിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇത്രയും നാൾ പറഞ്ഞത് കള്ളമാണെന്ന് ചേട്ടൻ അറിഞ്ഞ ചേട്ടൻ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തോണ്ടാ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയത്. എന്തായാലും ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായല്ലോ, അത് മതി. അതുകൊണ്ട് ഇനി ഇതുപോലെ വള്ളിയിൽ ചെന്ന് ചാടാതെ മാന്യമായിട്ട് ആ സപ്ലൈ ഒന്ന് എഴുതിയെടുക്കാൻ നോക്ക്. മക്കളെ, ഇതാ ചായ. ഉച്ചയ്ക്കുള്ള ഫുഡ് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്, ചൂടാക്കി കഴിക്കാൻ മറക്കല്ലേ മക്കളെ. ശരി അമ്മ. അമ്മ, ഇറങ്ങാൻ സമയമായി. ശരി മക്കളെ, അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. പോട്ടെ. വിവാഹ മാർക്കറ്റിലും മാട്രിമോണിയൽ സൈറ്റിലും വില കിട്ടാനും നല്ല ആലോചനകൾ വരാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് കല്യാണം നടത്തുന്ന ഒരുപാട് കേസുകൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഡോക്ടറെ കിട്ടാൻ വേണ്ടി താനും ഡോക്ടറാണെന്ന് കള്ളം പറഞ്ഞ +2കാരിയും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ M.Tech കഴിഞ്ഞ് ലക്ഷങ്ങൾ സമ്പാദിക്കുകയാണെന്ന് കള്ളം പറഞ്ഞ് കല്യാണം കഴിച്ച +2കാരനും നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കള്ളവും നമുക്ക് ജീവിതകാലം മുഴുവൻ മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഇനി അത് മറച്ചു വയ്ക്കാൻ വേണ്ടി കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയാൽ അവസാനം തകരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയായിരിക്കും. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ദയവേത് ഒരു കാരണവശാലും കള്ളം പറയാതിരിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. കള്ളം പറഞ്ഞും സത്യം മറച്ചു വെച്ചും ഇതുപോലെ കല്യാണം കഴിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു കള്ളത്തിൻ്റെ പുറത്താവരുതെന്ന് ഇനിയെങ്കിലും ഈ സമൂഹം മനസ്സിലാക്കണം. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സ് കുടുംബത്തിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന